വിസ്മയത്തിന്റെയും കൗതുകത്തിന്റെയും കലയാണ് സിനിമ. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അത്ഭുതത്തിന്റെ പരിവേഷമാണ്. സിനിമാ ലോകത്തിലെ കളിയും കാര്യവും കൗതുകവും ഒപ്പം ചരിത്ര മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഒരു ദൃശ്യാനുഭവം ഇതാ സിനിച്ചിത്രത്താഴ്. സിനിമാ ലോകത്തെ കൗതുകങ്ങളുടെ താഴ് തുറക്കുന്ന സിനിച്ചിത്രത്താഴിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിച്ചിത്രത്താഴിൽ ആദ്യം കൗതുകച്ചെല്ല. ഏതൊരു സിനിമാ കഥയുടെയും പ്രധാന ചേരുവ എന്താണെന്ന് പരിശോധിച്ചാൽ ഉത്തരം ആ രണ്ടക്ഷര വാക്കായിരിക്കും: സ്നേഹം. പകവീട്ടലിൻ്റെയും സംഘർഷത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിച്ചാലും കഥ ഒടുവിലെത്തിച്ചേരുന്നത് സ്നേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു തുരുത്തിലായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ഒപ്പമല്ല, നമ്മളെ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ഒപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടത്. സിനിമാ കഥയിൽ ഇതാണ് കഥയെങ്കിലും സിനിമാ രംഗത്ത് കഥ ഇതല്ല. അവിടെ പലപ്പോഴും സ്നേഹം നാട്യം മാത്രമാണ്. സിനിമാക്കാർക്കിടയിൽ ആത്മാർത്ഥമായ സൗഹൃദം ആരും തമ്മിൽ ഇല്ല എന്നത് സിനിമാക്കാർ തന്നെ സമ്മതിക്കാറുണ്ട്. ഇതിനിടയിൽ ചില നല്ല സൗഹൃദങ്ങൾ ഉണ്ട് താനും. അന്തരിച്ച നടൻ MG സോമനും സംവിധായകൻ JCയും തമ്മിലുള്ള സൗഹൃദം അതായിരുന്നു. MG സോമൻ്റെ മരണവാർത്ത അറിഞ്ഞ ദുഃഖത്തിൽ പക്ഷാഘാതം പിടിപെട്ട JC ആ കിടപ്പിൽ നിന്ന് പിന്നീട് എഴുന്നേറ്റില്ല. അത്ര കിഴയെടുപ്പം ആ സൗഹൃദത്തിന് ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയും ഭജനയും ഒക്കെ രാവിലെ 10 മണി കഴിഞ്ഞ് മതിയെന്ന് ചേച്ചിയുടെ ആ ഗിരിധര യോഗിയോടൊന്ന് പറയണം. എന്താ എനിക്ക് രാവിലെ കാപ്പിയും കുടിച്ച് സമയത്തിന് ഓഫീസിൽ പോകാമല്ലോ. നിന്റെ സൗകര്യം അനുസരിച്ചല്ല യോഗി ഈശ്വര പൂജ നടത്തുന്നത്. അങ്ങേർക്കാണെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം വെണ്ണയും പാലും മുന്തിരിങ്ങയും കൊണ്ടുകൊടുക്കും. കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കരുതാത്ത ഈ രംഗത്ത് വന്നു ചേർന്ന ചില കൂടപ്പിറപ്പുകളുണ്ട്. അതായത് ഒരേ കുടുംബത്തിൽ നിന്ന് വന്ന അഭിനേതാക്കളായ ചേട്ടനും അനിയനും. ആദ്യം ഓർമ്മിക്കുന്ന മുഖങ്ങൾ ഏത് സഹോദരങ്ങളുടേതാണെന്ന് ഊഹിക്കുന്നു. എന്നെയും കൂടി രക്ഷിക്കാനായിരുന്നു ഈ നാടകമെങ്കിൽ അത് പറയാമായിരുന്നു. പറഞ്ഞിരുന്നുവെങ്കിൽ താനത് സമ്മതിക്കുമായിരുന്നു. ഇല്ല, തെളിവുകളൊക്കെ കൂടുതലും തനിക്കെതിരായതുകൊണ്ട് കോടതിയിലെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ അകത്ത് പോയി കിടന്ന പുറത്ത് നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല. നടീ നടന്മാരായ അച്ഛനമ്മമാരുടെ മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും അഭിനയ രംഗത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന സഹോദരങ്ങളാണ്. മലയാളത്തിലെ ആദ്യത്തെ സഹോദര നടന്മാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലാണുള്ളത്. ജ്യേഷ്ഠൻ നിത്യഹരിത നായകനായെങ്കിലും അനുജന് ആ ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞില്ല. ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം, പൊന്നണിഞ്ഞെത്തിയ മധുമാസം, എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം. ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം. പിന്നെ ഇവിടെ അങ്ങനെ മുറി ബുക്ക് ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. പണിക്കരേറ്റം പറഞ്ഞല്ലോ അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന്. ഓഹോ, നിങ്ങൾക്ക് വേണ്ടിയാണോ പണിക്കരേട്ടൻ അഡ്വാൻസ് കൊണ്ട് തന്നത്? ഇല്ലെങ്കിൽ പിന്നെ പെട്ടിയും കിടക്കെല്ലാം കൂടെ പറക്കി കെട്ടി ഞാൻ ഇങ്ങോട്ട് വരും. പ്രേം നസീറിനെയും പ്രേം നവാസിനെയും പോലെ തന്നെ സിനിമയിലെത്തിയ കൂടപ്പിറപ്പുകളാണ് ജോസ് പ്രകാശും പ്രേം പ്രകാശും. ജന്മന ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി അത്യാവശ്യമായതുകൊണ്ട് അവർ എൻക്വയറിയുടെ ഭാഗമായിട്ട് വിളിച്ചതാണ്. ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ ചെയ്യണം. ആ കുട്ടിയുടെ BP ലോ ആയിക്കൊണ്ടിരിക്കുക, ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും കൂടി വരിക. ഇപ്പോൾ സമയം 11. വൈകുന്നേരത്തിന് മുമ്പ് ഹാർട്ട് അവിടെ എത്തി ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കണം.
അതിനപ്പുറം ആ കുട്ടി സർവൈവ് ചെയ്യില്ല. ഏറെ അറിയപ്പെട്ട ഈ സഹോദര നടന്മാർക്കിടയിൽ അധികം അറിയപ്പെടാതെ പോയ അനിയന്മാരുമുണ്ട്. യെസ്, എല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ഉണ്ണിയുടെ മേൽ ചാർജ് ചെയ്തിരിക്കുന്നത് വെറും പെറ്റി കേസല്ല. നന്ദന്റെ അനിയൻ ഇപ്പോഴൊരു കൊലപാതകി ആയിരിക്കാം. പക്ഷേ ന്യായത്തിന്റെയും നിയമത്തിന്റെയും മുമ്പിൽ അയാളിപ്പോൾ കൊലപാതകി. സാമ്യം കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ആരുടെ കുടുംബത്തിലെ അംഗമാണെന്ന്. അനേകം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ അനിയനായ ഇബ്രാഹിം കുട്ടി. രൂപം കൊണ്ടോ ശബ്ദം കൊണ്ടോ ഊഹിക്കാനാവില്ല ഇതാരുടെ അനിയനാണെന്ന്. അല്ലെങ്കിൽ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഞാൻ ബാബു, എന്റെ ആൾക്കാർ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, റപ്പായി മോലാലി പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ മാറിയില്ല. പ്രയാസമാണ് എങ്കിൽ അറിഞ്ഞോളൂ, ഇതാണ് സക്രിയ, ഇബ്രാഹിം കുട്ടിയുടെ സഹോദരൻ. അദ്ദേഹം മമ്മൂട്ടിയുടെ അനിയനല്ലേ? അപ്പോൾ സക്രിയ? സംശയം വേണ്ട, മമ്മൂട്ടിയുടെ മറ്റൊരു അനിയനാണ് സക്രിയ. അഭിനയത്തിൽ ആരോഗ്യകരമായ മത്സരം നിലനിർത്തുന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലും. മമ്മൂട്ടിയുടെ അനിയന്മാർ അഭിനയിച്ച സ്ഥിതിക്ക് മോഹൻലാലിൻ്റെ അനിയന്മാർ അഭിനയിക്കണ്ടേ? പക്ഷേ രക്ഷയില്ല, മോഹൻലാലിന് അനിയന്മാരില്ല. എങ്കിലും ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. രേഖ മാത്രമല്ല, ഗീതയും സാവിത്രിയും റോസലിനും ഒക്കെ പാവാണ്. അതുകൊണ്ട് ചേടാ, കാണാൻ കൊള്ളാന്നൊരു പെങ്കൊച്ച് കുറേ നടക്കുന്നു പ്രേമിക്കണേന്ന് പറഞ്ഞു. നിന്നെയൊക്കെ ഉപദേശിക്കാൻ എന്നെ വേണം തല്ലാൻ. ശരിയാ, ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട എല്ലാം ഇട്ടറിഞ്ഞ് അവളുടെ പുറകെ പോകുന്ന നിന്നെയൊക്കെ വേണം തല്ലാൻ. കിളിക്കൊഞ്ചൽ എന്ന സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട ഈ നടൻ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠ സഹോദരനത്രേ, പ്യാരിലാൽ. അകാലത്തിൽ വിട പറഞ്ഞ പ്യാരിലാൽ മോഹൻലാലിൻ്റെ മനസ്സിലെ എക്കാലത്തെയും നൊമ്പരമാണ്. സിനിച്ചിത്രത്താഴ് കാണാം കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.